ഇത് എപ്പോൾ തീരുക, ഇതെപ്പോൾ അവസാനിക്കാന്നുള്ളത് അറിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 8 മാസത്തോളമായി ശ്വാസം പോലും കഴിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണെങ്കിൽ വീണ്ടും കരാറുകാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകുകയാണെങ്കിൽ മറ്റു നടപടിയിലേക്ക് നീങ്ങാൻ വേണ്ടി വടകര താഴെയങ്ങാടി പൈതൃക പദ്ധതിയുടെ പ്രവൃത്തി നിലച്ചത് സമീപത്തെ വ്യാപാരികൾക്കും യാത്രക്കാർക്കും ദുരിതം. ഫെബ്രുവരിയിൽ റംസാൻ ആരംഭിക്കുന്നതിന് മുൻപേ പൂർത്തീകരിക്കാൻ എന്ന ലക്ഷ്യത്തിൽ തുടങ്ങിയ പ്രവൃത്തിയുടെ ഓവുചാൽ പോലും നിലവിൽ പൂർത്തിയായിട്ടില്ല. ചിലയിടങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത് സ്ലാബ് ഇട്ടിട്ടുണ്ട്. ബാക്കി ഭാഗം കുഴിയെടുത്ത പലകകളും ഷീറ്റുകളും ഇട്ടിരിക്കുകയാണ്. പൊടിശല്യം കാരണം സമീപത്തെ കടകളിൽ വ്യാപാരികൾ ദുരിതത്തിലാണ്. കടകളിലെ സാധനങ്ങൾ പൊടി കയറി നശിക്കുന്നു. ശ്വാസകോശ രോഗങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണെന്ന് വ്യാപാരികൾ ആശങ്കപ്പെടുകയാണ്. റോഡിൻ്റെ പണി നിശ്ചലമായിരിക്കുകയാണ്. പൊടി കൊണ്ട് വളരെ ബുദ്ധിമുട്ട്. ഷോപ്പിലെല്ലാം കമ്പ്യൂട്ടറും പ്രിൻ്ററെല്ലാം പൊടി കൊണ്ട് വളരെ ബുദ്ധിമുട്ട്. ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ഇന്നലെയും മെഞ്ഞാന്ന് മഴ പെയ്തുകൊണ്ട് ഒരു സമാധാനമുണ്ട്. ഇത് എപ്പോൾ തീരുക, ഇതെപ്പോൾ അവസാനിക്കാന്നുള്ളത് അറിയുന്നില്ല. ആരും ഇവിടെ തിരിഞ്ഞു നോക്കുന്നില്ല. തുടക്കത്തിലുണ്ടായിരുന്ന ആരെയും ഇവിടെ കാണുന്നില്ല. ബാക്കിയുള്ള പരിപാടി തുടങ്ങാനോ അല്ലെങ്കിൽ ചെയ്യാനോ ഒരു മുൻപന്തിയിലുള്ള ആൾക്കാർ ഇപ്പോൾ തീരെ തിരിഞ്ഞു നോക്കുന്നില്ല. വന്നുകൊണ്ട് മുമ്പിൽ വന്ന് നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഫോട്ടോ എടുക്കാനും. പിന്നെ അതിന് വെച്ചാൽ ഒറ്റ ഒന്നും കാണില്ല. പ്രത്യേകിച്ച് നമ്മൾ പൊടി കംപ്ലീറ്റ് ഇങ്ങനെ തിന്നാന്നല്ലാണ്ട് സ്കൂൾ തുറന്ന വണ്ടിയും കൂടെ എല്ലാ സാധനവും കൂടും. ആൾക്കാർ വൈകിട്ട് വന്ന പൊടിയും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഇറങ്ങാം. നിങ്ങൾ രാവിലെ വന്നാൽ കാണാം പൊടി കൊണ്ട്. കുറച്ച് മുന്നോട്ട് പോയാൽ പിന്നെയും പൊടിയായിരിക്കും. വളരെ പ്രയാസമാണ്. എന്നുവെച്ചാൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ട് ഇങ്ങനെ പൊടി തിന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കംപ്ലീറ്റ് വെള്ളം കയറി കെട്ടി ഇവിടെ മണ്ണൊന്നും ഇട്ടിക്കില്ല. മണ്ണ് ഇടാത്തടത്തോളം വെള്ളം ഇങ്ങനെ എടുത്ത് കംപ്ലീറ്റ് പൂർത്തിയാക്കില്ല. അതിനും പറ്റുന്നില്ല. എന്നുവെച്ചാൽ വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ വെള്ളം കയറുക. സാധാരണ അങ്ങനെ കെട്ടി നിൽക്കില്ല. ഇനിയിപ്പോൾ അത് ഒരു ഭാഗം പൊന്തിയിട്ട് ഒരു ഭാഗം താണിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. തലശ്ശേരി പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 1,46 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. താഴെയങ്ങാടിയിലെ പ്രധാന കച്ചവട കേന്ദ്രമായ കോതി ബസാർ പൈതൃകം നിലനിർത്തി വികസിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇവിടുന്ന് മാലിന്യം കൊണ്ട് ശ്വസിക്കാൻ കഴിയാത്ത പോലെ പൊടിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഷോപ്പിലാണെങ്കിൽ എല്ലാ സാധനവും പിന്നെ പൊടി കൊണ്ട് ഇതായിട്ടുള്ളത്. എല്ലാം ഭക്ഷണ സാധനം ഇവിടെ കൊടുക്കുന്ന ഭക്ഷണ സാധനമല്ല. എല്ലാത്തിനും പൊടിയായിട്ട് ദിവസം നമ്മൾ ഇലക്കിനു മതി. വലിയ വിഷമുണ്ട് നമ്മളുണ്ട്. പിന്നെ ആ കടക്കാരൻ നടക്കുന്ന അവിടെ മോട്ടറുള്ളതുകൊണ്ട് നനച്ചിട്ട് ഇതാകുന്നതാണ്. മഴപ്പം വലിയ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പം കയറിയിട്ടൊന്നുമില്ല. ഇപ്പം അതുപോലെ വെള്ളം നല്ല മഴ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെയൊക്കെ വെള്ളം കയറലുണ്ട്. ഇപ്പോഴത്തെ എന്താ സ്ഥിതി പറയാൻ കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് ഉണ്ടാകുന്നുണ്ട്. നമ്മളെ പിന്നെ ഇവിടെ 5-8 മാസമായി കോല മുറിച്ചിട്ടുണ്ട്. നമ്മൾ പണി കഴിഞ്ഞിട്ട് ചെയ്യാൻ വെച്ചിട്ട് എത്തുന്ന ഒന്നും നടന്നില്ല. മാന്നാർ മുക്ക് മുതൽ മുഖച്ചേരി ഡിസ്പെൻസറി വരെയുള്ള റോഡ് നവീകരിക്കുകയാണ് ഒന്നാം ഘട്ടത്തിൽ ചെയ്യുക. 6 മീറ്റർ റോഡും ഇരുവശങ്ങളിലുമായി ഓരോ മീറ്റർ നടപ്പാതയും നിർമ്മിക്കും. അവിടെ വിളക്കുകാലുകൾ ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ച് മനോഹരമാക്കും. MEM സ്കൂൾ, തണൽ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് ദിവസവും ഒട്ടേറെ പേർ യാത്ര ചെയ്യുന്ന റോഡ് കൂടിയാണിത്. മഴ പെയ്താൽ കടകളിൽ വെള്ളം കയറുമോ എന്ന ആശങ്കയുമുണ്ട്. പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് രാവിലെ തുറന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് അരമണിക്കൂർ കണ്ടിട്ട് നനക്കലാണ് റോഡ് ഫുൾ ടൈം. പൊടി പാറിയിട്ടാണെങ്കിൽ ഉള്ള സാധനമൊക്കെ നഷ്ടപ്പെടുന്നു. പിന്നെ നമ്മളാണെങ്കിൽ രോഗികളാകുന്നു. ഇതിനൊരു പരിഹാരം കാണണം. ശരിക്കും പറഞ്ഞാൽ ഒരു 8 മാസത്തോളമായി ഇത് ഇങ്ങനെ നമ്മൾ പൊടി തിന്നിട്ട് ശ്വാസം പോലും കഴിക്കാൻ കഴിയാത്ത രീതിയിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. സാധനങ്ങൾ നഷ്ടപ്പെടുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നിങ്ങളായിട്ടുള്ള പരിഹാരം കാണണം. കേരള സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് തലശ്ശേരി പൈതൃക പദ്ധതിയുടെ തുടർച്ചയായിട്ടാണ് താഴെങ്ങാടി കോതി ബസാർ പൈതൃക പദ്ധതി ഉൾപ്പെടുത്തി സർക്കാർ ഫണ്ട് അനുവദിച്ചത്. കഴിഞ്ഞ ഭരണകാലത്താണ് അനുവദിച്ചെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ MLA KK രമയുടെ സജീവമായ ഇടപെടൽ കൊണ്ട് നമുക്കത് ആ വർക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്ന വർക്ക് തിരിച്ചു കിട്ടുകയും അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞ നവംബറിൽ ഏതാണ്ട് 7 മാസം മുമ്പ് ഈ പൈതൃക പദ്ധതിയുടെ പ്രവൃത്തി ആരംഭിച്ചതാണ്. വടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെസ്റ്റ് ബിൽഡേഴ്സ് എന്ന കരാറുകാരാണ് ഈ വർക്ക് ഏറ്റെടുത്തത്.
ഈ 7 മാസത്തിൻ്റെ ഇടയിൽ ഒരു ഭാഗത്തെ ഡ്രെയിനേജ് വർക്ക് പോലും ഇക്കാലയളവിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു ഭാരവാഹി എന്ന നിലയിൽ ആ പ്രദേശത്തുള്ള കച്ചവടക്കാരൊക്കെ നമ്മൾ ഈ വർക്കുമായി സഹകരിക്കുകയും അവരുടെ സ്ഥലവും കടയുടെ ഭാഗങ്ങളൊക്കെ ഈ പ്രവൃത്തിക്ക് വേണ്ടി വിട്ടു നൽകുകയും ചെയ്തിരുന്നു. ഇത് കോതി ബസാർ മനാർ മുക്ക് മുതൽ ഏതാണ്ട് ചുങ്കം ബീച്ച് വരെ ഉൾപ്പെടുന്ന അതിൻ്റെ ഇരുഭാഗവും കട്ട പതിക്കുകയും പുതിയ ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് റോഡ് ഉൾപ്പെടെ ഇൻ്റർലോക്ക് ചെയ്ത ഒരു പൈതൃകമായി നമ്മുടെ ഒരു പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു തെരുവ് സ്ഥാപിക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ ഉദ്ദേശം. പക്ഷെ പ്രവൃത്തിയെടുത്ത കരാറുകാരുടെ അലംഭാവം കാരണം ഇത് വല്ലാതെ വൈകിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ MLA ഉൾപ്പെടെയുള്ള കിഡ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വിളിച്ചുകൊണ്ട് ഈ പ്രവൃത്തി വൈകുന്നതിനെക്കുറിച്ച് പലതവണ മീറ്റിങ്ങുകൾ വിളിക്കുകയും കരാറുകാർക്ക് നിർദ്ദേശമൊക്കെ നൽകിയിട്ടും വളരെ സാവകാശമാണ് ഇപ്പോഴും പ്രവൃത്തി നീങ്ങുന്നത്. മഴക്കാലം അടുത്തത് കൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ ആശങ്കയിലാണ്. അപ്പോൾ അതിൻ്റെ പ്രവൃത്തി വൈകുന്നതിലുള്ള പ്രയാസം ആ നാട്ടിൽ നിലവിലുണ്ട്. പക്ഷേ ആക്ഷൻ കമ്മിറ്റി എന്നത് നിലക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന MLAയും കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ ആ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. ഇതുവരെയും സഹകരിച്ച ആ പ്രദേശത്തുള്ള കച്ചവടക്കാരും നാട്ടുകാരും ഈ തുടർന്നങ്ങോട്ടുള്ള പ്രവൃത്തിയിലും സഹകരിക്കുമെന്ന പ്രതീക്ഷയാണ്. വീണ്ടും കരാറുകാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകുകയാണെങ്കിൽ മറ്റ് നടപടിയിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മുൻകൈ എടുക്കുമെന്ന് മാത്രമാണ് അറിയിക്കാനുള്ളത്. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.